ഇത് 2012 മാനാണ് കേട്ടോ, മാൻ ട്രക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എങ്ങനെ ഇത് ഓടിക്കാം, ഇതിൻ്റെ അകത്തെ ഫങ്ഷനൊക്കെ നമുക്ക് നോക്കിയാലോ. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ എയർ കയറണം. എയർ ഫുള്ളായിട്ട് അകത്തെ ഗിയറൊക്കെ നമുക്കൊന്ന് നോക്കാം. സൈലൻസറൊക്കെ മേപ്പോട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മിനിറ്റ് ആയി. എത്ര എയർ കയറിയെന്ന് നോക്കാം. അപ്പോൾ ഇപ്പം ഇത് 6 പോയിൻ്റ് ആയി എയർ. ഒരു 10 മിനിറ്റ് എടുക്കും. രാത്രി ഓഫ് ചെയ്തിട്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ എയർ കയറിയിട്ട് ഇതിൻ്റെ ഫങ്ഷനൊക്കെ നടക്കത്തുള്ളൂ. നമുക്കിതിൻ്റെ സ്റ്റീരിങ്ങിൻ്റെ ഫങ്ഷൻ നോക്കാം. എന്താണ്ട് ഇവിടെ ആണ് ബട്ടൺ. ഇതാണ്ട് ഇവിടെ ഈ കൈ ഉണ്ട്, ഇവിടെ ബട്ടണാണ്. ऊपर नीचे करो भाजी. अच्छा अच्छा, ऊपर नीचे और ऊपर नीचे हो जाता है. अच्छा, वो दबा के रख के അത് അമക്കി വെച്ചുകൊണ്ട് തന്നെ സ്റ്റീരിങ്ങിൻ്റെ ഫങ്ഷൻ നമുക്കിങ്ങനെ ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിൽ സ്റ്റീരിങ് വെക്കാം. എയർ ഫുള്ളായാലേ സ്റ്റീരിങ്ങും വർക്കാകത്തുള്ളൂ കേട്ടോ. ഈ വണ്ടിയുടെ 2012 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയുടെ സ്പീഡ് 120 ഉണ്ട് കേട്ടോ. പിന്നെ RPM എന്തുകൊണ്ട് അവിടെ കാണുന്നത് RPM. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അവിടെ അതാണ് ഡീസലിൻ്റെ സിസ്റ്റം, ആ ഭാഗത്ത്. ഓക്കെ, ഇപ്പുറത്ത് അത് ടെമ്പറേച്ചർ. ഇതിന്റെ ഗിയറിന്റെ നോബ് ഇവിടെ ആണ്. ഹാൻഡ് ബ്രേക്ക് ഈ ഭാഗത്തും അതുപോലെ ഗിയറിന്റെ നോബ് ഈ ഭാഗത്താണ് ഗിയറിന്റെ സിസ്റ്റം. അതാണ്ട് ഇവിടെ നമുക്ക് അതാണ്ട് ഇതിപ്പോ ന്യൂട്രൽ, ഇപ്പൊ ഡിയിലേക്ക്. ബടാവോ പാജി, തോടാ കാടി കാടി ബടാവോ. അച്ഛാ, നമ്മൾ ഡിയില് മുന്നോട്ടെടുത്ത് വണ്ടി. ഓക്കെ, റിവേഴ്സ് നമുക്ക് ദേണ്ട ഇവിടെ കാണുന്നുണ്ട്. മാനുവൽ റിവേഴ്സ് ഇടാം, ഓട്ടോമാറ്റിക്. വേണ്ട, ഓട്ടോമാറ്റിക് റിവേഴ്സ് ആയി. ഓക്കെ, ചലോ ഭായി ദേക്കെ. അങ്ങനെ റിവേഴ്സ് ഇട്ട് വണ്ടി നമുക്ക് ഇങ്ങനെ എടുക്കാം. ചലോ, പോട്ടെ 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 പോട്ടെ, കൊള്ളാം, പോട്ടെ. വണ്ടി ഇച്ചിരി റിവേഴ്സ് എടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒന്നുകൂടെ ഡിയിലിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ റിവേഴ്സിൽ പോവുകയാണ്. ഓക്കെ, റിവേഴ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഡിയിലേക്ക് ഇടുകയാണ്, മുന്നോട്ടെടുക്കാൻ. ഓക്കെ, ഡിയിലേക്ക് ഇട്ടു. വണ്ടീനെ നമ്മൾ മുന്നോട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫങ്ഷനൊക്കെ. സിമ്പിളായിട്ട് മാൻഡ്രക്ക് കിട്ടിയ 2012 മോഡൽ ഓട്ടോമാറ്റിക്കാണ്. ഫാനൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. अच्छा भाजी थोड़ा AC का बताओ, AC का बटन किधर है? अच्छा, AC है ഇവിടെ ആണ് ഫങ്ഷൻ. ഓഫ് करने का फंक्शन. अच्छा, ഓൺ करने का ബസ്. ഇത് ഓണും ഓഫും എല്ലാം ഇവിടെ തന്നെയാണ് സിസ്റ്റം. ഇവിടെ AC എഴുതിയിട്ടുണ്ട്. ഓക്കെ ഭാജി, ഇപ്പോൾ थोड़ा सा इंडिकेटर किधर है भाजी? इंडिकेटर लेफ्ट സൈഡിലാണ് കേട്ടോ കൂട്ടുകാരെ. ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ. ഇഞ്ചൻ ബ്രേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഞ്ചൻ ബ്രേക്ക് ഈ ഭാഗത്ത് കേട്ടോ. ഇഞ്ചിൻ്റെ ബ്രേക്ക് ഇറക്കത്തൊക്കെ നമുക്ക് ഇഞ്ചൻ ബ്രേക്ക് ഇടണമെങ്കിൽ ഈ ബട്ടൺ ഉപയോഗിച്ചാൽ മതി. ഇവിടെ കാണും. അപ്പോൾ ഏകദേശം ക്ലിയർ ആയല്ലോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിത് 2 രീതിയിൽ ഓടിക്കാം. മാനുവലും ഓടിക്കാം, അതുപോലെ ഓട്ടോമാറ്റിക്കലും നമുക്ക് ഈ വാഹനം ഓടിക്കാൻ പറ്റും. അതിനുള്ള സിസ്റ്റങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇത് മാനുവൽ ഓടിക്കണമെങ്കിൽ ഏതാണ്ട് ഇവിടെ ഡിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ M ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് മാഞ്ഞു പോയിരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് മാനുവലിൽ ഈ ട്രക്ക് ഓടിക്കാൻ പറ്റും. ഓക്കെ, ഡി ഇവിടെയും അതുപോലെ മാനുവൽ ഈ ഭാഗത്തേക്കും. 2 പെഡലേ ഉള്ളു. ഓക്കെ, ആക്സിലേറ്ററും അതുപോലെ ബ്രേക്കും. और इंजन ब्रेक हमने ये बताया. हॉर्न का हॉर्न इधर भी है, हॉर्न भी है. अच्छा, इधर जो है ना, हाँ, नीचाई पे डाउन इंजन ब्रेक बोलते हो ना, हमें इसको बोलते हैं डिफेंसर. डिफेंसर नहीं है, स्टॉपर. स्टॉपर जो है नीचे 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 करके होएगा. इसका जो गियर है, कितना बार है नीचे? 6 बार. 5 बार भी लगता है, 6 बार भी लगता है नीचे को. हाँ. क्यों? पहला
थोड़ा कमती लगता है, फिर ज़्यादा लगता है। नहीं आ रहा है अभी, है ना भाई? ओ देखो स्टॉपर लग रहा है, ओ उसके ऊपर लग रहा है। सेंसर में आएगा ये, बस ये में आएगा। ਜਦੋਂ ਇਹਨੂੰ ਰਿਮੂਵ ਕਰਨਾ ਵਾ, ਠੀਕ ਆ, ਜਦੋਂ ਰੇਸ ਦਿੱਤੀ ਇਹਨੇ ਆਟੋਮੈਟਿਕ ਰਿਮੂਵ ਹੋ ਜਾਣਾ। हो गया, ठीक है, ओके, ठीक है, बढ़िया भाई. അപ്പോൾ സീറ്റിൻ്റെ ഫങ്ഷനൊക്കെ ഈ ഭാഗത്തായിട്ട് നമുക്ക് സീറ്റിൻ്റെ ആണ് ഡൗൺ ആക്കാം ഈ ബട്ടൺ വഴി, അപ്പ് ചെയ്യുക ഈ ബട്ടൺ വഴി. ഓക്കെ, ഇത് ഫിക്സ് ആക്കി വെക്കാം, അഡ്ജസ്റ്റ് കർണേക്കാം. ठीक है, बढ़िया. അപ്പോൾ കൂടാതെ നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ കൂടെ ചെയ്യണേ. താങ്ക് യു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.